ദുൽഖർ സൽമാന്റെ ലക്കി ടൈം വെറും ലക്കിയല്ല, ലക്കി ഭാസ്കർ ടൈം. അതെ, നെറ്റ്ഫ്ലിക്സിൽ തരംഗമായി ദുൽഖർ. RRനു ശേഷം ഏറ്റവുമധികം ആളുകൾ കണ്ട ഇന്ത്യൻ ചിത്രം ലക്കി ഭാസ്കറാണ്. ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്കി അഡ്ലൂരി സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ലക്കി ഭാസ്കർ. ദുൽഖർ സൽമാൻ നായകനായ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു. തെലുങ്കിൽ ലക്കി ഭാസ്കറിന്റെ വിജയത്തോടെ ഹാട്രിക് ബ്ലോക്ക് ബസ്റ്ററാണ് ദുൽഖർ സ്വന്തമാക്കിയത്. ചിത്രം OTT റിലീസിന് ശേഷവും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ചിത്രം ഇതിനോടകം 20 മില്യൺ വ്യൂസ് നേടിക്കഴിഞ്ഞു. നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവുമധികം ആളുകൾ കണ്ട സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങളിൽ 2ാം സ്ഥാനത്താണ് ലക്കി ഭാസ്കർ ഉള്ളത്. രാജമൗലി സംവിധാനം ചെയ്ത RR ആണ് 1ാം സ്ഥാനത്തുള്ളത്. ഏറ്റവുമധികം ആളുകൾ കണ്ട ഇന്ത്യൻ സിനിമകളിൽ 6ാം സ്ഥാനത്താണ് ലക്കി ഭാസ്കർ ഉള്ളത്. OTT റിലീസിൽ 2 ആഴ്ച കൊണ്ട് ലക്കി ഭാസ്കർ 11 മില്യണിലധികം വ്യൂസ് സ്വന്തമാക്കി. മാത്രമല്ല, നേരത്തെ തന്നെ ചിത്രം മറ്റൊരു റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. 1990കളിൽ മുംബൈയിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ദുൽഖറിന്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് ചിത്രമായി ലക്കി ഭാസ്കർ മാറുകയാണ്. ഏറ്റവുമധികം ആളുകൾ കണ്ട ഇന്ത്യൻ സിനിമകളിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ലക്കി ഭാസ്കറിന് ഇപ്പോഴും ആരാധകർ ഏറെയാണ്. അതായത്, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ പുഷ്പ 2 പോലും 2 ആഴ്ച കൊണ്ട് വെറും 9 മില്യൺ വ്യൂസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ഈ കണക്കുകൾ നോക്കുമ്പോഴാണ് ലക്കി ഭാസ്കറിന്റെ റേഞ്ച് മനസ്സിലാകുന്നത്. ഫിനാൻഷ്യൽ ത്രില്ലർ ജേണറിൽ പുറത്തിറങ്ങിയ ചിത്രം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായാണ് കഥ പറഞ്ഞു പോകുന്നത്. ഭാസ്കർ എന്ന കഥാപാത്രമായി ഗംഭീര പ്രകടനമാണ് ദുൽഖർ കാഴ്ചവെച്ചത്. മീനാക്ഷി ചൌധരിയാണ് ചിത്രത്തിൽ നായികയായി വേഷമിട്ടത്. കിങ് ഓഫ് കൊത്തയുടെ പരാജയത്തിന് ശേഷം ചെറിയൊരു ഇടവേളയെടുത്ത ദുൽഖർ അതിഗംഭീര തിരിച്ചുവരവാണ് ലക്കി ഭാസ്കറിലൂടെ നടത്തിയത്. തെലുങ്കിന് പുറമെ തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തിരുന്നു. OTT റിലീസിന് ശേഷം ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നു. തെലുങ്കിൽ 100 കോടി ക്ലബ്ബ് ചിത്രമുള്ള ഒരേയൊരു അന്യഭാഷ നടൻ കൂടിയാണ് ദുൽഖർ സൽമാൻ. തെലുങ്കിലെ സൂപ്പർ താരങ്ങളായ നാഗാർജുന, രവിതേജ് എന്നിവർക്ക് പോലുമില്ലാത്ത 100 കോടി ചിത്രം തന്റെ 3ാമത്തെ തെലുങ്ക് സിനിമയിലൂടെ ദുൽഖർ സ്വന്തമാക്കിയെന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ ദുൽഖറിന്റെ സീതാരാമം 94 കോടി നേടിയതും വലിയ വാർത്തകളായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.